ഇപ്പൊ എവിടെ പോയി കിടക്കാണ് കാണാനില്ലല്ലോ. എന്തിയാ ചേരെ? ആ വിവേ, ഞാൻ അന്നെ നോക്കിയിരുന്നു. എന്തിയെ? മറ്റന്നാളാണ് ഇപ്പൊ എൻ്റെ അടുത്ത കല്യാണം, എനിക്കറിയാലോ. അപ്പോൾ ഓഡിറ്റോറിയത്തേക്ക് സമയത്തിന് തന്നെ വരകാണ്ട് എത്തിച്ചണം. പിന്നെ ഈ മുഴുവൻ സമയം അവിടെ ഉണ്ടാകണം, അന്നാണ്ട് ലീവാക്കണം കേട്ടാ. ആയിക്കോട്ടെ. അല്ല എത്ര വിറകാണ്ട് വരും? അതൊക്കെ പണ്ടാരി എന്നോട് പറയും. പണ്ടാരിക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു കുറവും വരരുതിട്ടാ. അതൊക്കെ ഞാൻ സമയത്തിന് എത്തിച്ചു, ഒരു കുറവും വരൂല. പോരെ? ആയിക്കോട്ടെ, അത് മതി. എന്നാ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. അല്ല, മായിനാജിന്റെ അടുത്ത് നിക്കാഹിന് അന്നെ കണ്ടില്ല. ഇജ്ജ് എവിടെ ഇരുന്നേ? ഞാൻ വന്നിരുന്നേ, ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അന്നെ അവിടെ കണ്ടില്ല. അല്ലടാ, നിന്റെ സംസാരം എങ്ങനെ ഉണ്ടായിരുന്നു? സംസാരമൊക്കെ അടിപൊളിയായിരുന്നേ. പക്ഷെ അത് പറയണോണ്ട് ഒന്നും വിചാരിക്കരുത്. നമ്മൾ 10 മണിക്കായിരുന്നേ നിക്കാഹോടെ പറഞ്ഞിരുന്നത്. നിങ്ങളെ സംസാരം എത്ര നീണ്ടുപോയി. അങ്ങനെ കൂടുതൽ സമയമൊന്നും ഞാൻ എടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ല ഉസ്താദേ, നിങ്ങൾ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക എന്ന് തന്നെ നിങ്ങൾ 6 or 7 തവണ നിങ്ങൾ പറഞ്ഞ് പിന്നെ നിങ്ങൾ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം ആ ഒരു സദസ്സിൽ ദാമ്പത്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇത് ആ ചെക്കനക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ? സദസ്സിലുള്ള ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ടടാ, ആരെങ്കിലും എന്തേലും പറഞ്ഞാന്നോ? എല്ലാവരും സംസാരം അത് തന്നെയായിരുന്നു. പിന്നെ നിങ്ങളെ ക്ലാസ്സും ഒക്കെ വിഷയങ്ങളൊക്കെ നന്നായിരുന്നു. ദാമ്പത്യം അതൊക്കെ ഒന്ന് ചുരുക്കി പറയായിരുന്നു. പിന്നെ നിങ്ങളെ ഫലസ്തീനിക്കൊന്നും പോയിക്കണ്ട, ആ വിഷയങ്ങളൊന്നും കത്തിക്കേറി പ്രസംഗിക്കേണ്ട ആവശ്യമില്ലേന്ന്. നിങ്ങളെ പ്രസംഗം 3/4 മണിക്കൂർ നീണ്ടുപോയി. അത് കാരണം എത്രയോ ആൾക്കാരാണ്. ഇജ്ജ് പറഞ്ഞത് ഏതായാലും നന്നായി. എന്നോട് ഇങ്ങനെ ആരും പറയലില്ല. ഞാൻ ഇനി ശ്രദ്ധിച്ചോണ്ട്. എന്താന്നറിയില്ലടാ, ഈ മയക്ക് കിട്ടിയാലേ ഞാൻ അങ്ങനെ പ്രസംഗിക്കും. ആയിക്കോട്ടെ, വെറുപ്പൊന്നും വിചാരിക്കരുത് കേട്ടാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. സമയാസന്ദർഭങ്ങൾക്കനുസരിച്ച് മിതമായി സംസാരിക്കുന്നതിനോടൊപ്പം അത് മധുരമായി കഴിഞ്ഞാൽ അതിലേറെ മനോഹരം.